ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച അവകാശത്തിനു വേണ്ടി ജനാധിപത്യ സർക്കാരുകൾക്ക് കോടതിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണെന്ന് രാജ്യം കടന്നുപോകുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഗവർണർമാരെ ഉപയോഗിച്ച് നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെക്കുന്നു. ദാരിദ്ര്യവും മതവൈര്യവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടം ഭരണഘടനയോട് കാണിക്കുന്ന അനീതി ചർച്ച ചെയ്യപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ സ്ഥാപിച്ച ഭരണഘടനാ ചത്വരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾ നിയമം ആക്കുന്നതിനു വേണ്ടി കോടതിയെ സമീപിക്കേണ്ട ഗതികേടിലേക്ക് രാജ്യം നീങ്ങുന്നുവെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം കിട്ടാൻ സുപ്രീം കോടതിയെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് സമീപിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജനപക്ഷ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾ കാലങ്ങളോളം ഗവർണർമാരെ ഉപയോഗിച്ച് തടഞ്ഞുവെക്കുന്നത് അംഗീകരിക്കാനാവില്ല. ദിവസങ്ങളോളം എടുത്തുകൊണ്ട് നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ ബില്ലുകളെ നിയമമാക്കുന്നതിൽ നിന്ന് ഗവർണർമാർ വിലക്കപ്പെടുമ്പോൾ വിലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാഴ്ചക്കാരായി സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന വാക്കിന് അർത്ഥം നൽകിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദാരിദ്ര്യവും നിരക്ഷരതയും മതവൈവിധ്യവും ആവോളം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യൻ ഭരണഘടനയോട് പുലർത്തുന്ന അനീതിയെ നാം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭരണഘടനാ ചത്വരം നിർമ്മിച്ചത്. ചടങ്ങിൽ MK രാഘവൻ MP, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.